വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിൻ്റെ ദൃശ്യം 3 വിവിധ വികാരങ്ങളോടെ, വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളോടെ തിയേറ്ററിൽ സജീവമാണ്. ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു പോരാ പോരാ എന്നുള്ളത്, വേറൊരു വിഭാഗം പറയുന്നു സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നു. ഒരു നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം പേര് പറയുന്നു ആദ്യം കൊള്ളാം, രണ്ടാം ഭാഗം ആദ്യം കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും രണ്ടാം ഭാഗം കൊള്ളാം. മറ്റു ചില പറഞ്ഞു അവസാനത്തെ 20 മിനിറ്റ് അയ്യയ്യോ, ഇങ്ങനെയൊക്കെയാണ് അഭിപ്രായം പോകുന്നത്. പക്ഷെ ഫാൻസുകാരായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അവരെന്ത് പറയുന്നത് എന്താ അറിയാം, എന്തായാലും ലാലേട്ടൻ ഇത്രയൊക്കെ ചെയ്തത് പടം മോശമൊന്നല്ല, പടം ക്ലിക്ക് തന്നെയാണ്, ലാലേട്ടൻ സൂപ്പറായിട്ടൊക്കെ ശരിയാണത്. പക്ഷെ ലാലേട്ടൻ 2 അടി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലല്ലോ, അത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം ഇപ്പോൾ തുടരും ഞങ്ങൾ സിനിമ കണ്ടപ്പോൾ തുടരും എന്താ കണ്ടേ, തുടരും ഒരു സാധാരണ സിനിമയായിട്ട് തന്നെ എല്ലാം പറഞ്ഞിരുന്നേ. പക്ഷെ ആ തുടരുമില്ല ലാലേട്ടൻ്റെ ആക്ഷൻ എന്തിനു പറയുന്നു, വേറെ ഒന്നും വേണ്ട, ലാലേട്ടൻ ആ അടിക്കാൻ വേണ്ടി മതില് ചാടുന്നൊരു സീനുണ്ട്, അവിടെ ക്ലാപ്സ് ഇല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് കൈയടിക്കാനും ജയ് വിളിക്കാനും വേണ്ടി എന്തെങ്കിലും വേണമായിരുന്നു. ഇപ്പോൾ ഉള്ളത് മോശമായിട്ടല്ല പറയുന്നത്, ഒരു രണ്ട് സീനെങ്കിലും അതായത് ആ പടം കാണുമ്പോൾ പറയാം ആക്ഷന് സാധ്യതയുള്ള സീനൊക്കെ അവിടെ ഉണ്ട്. അത് 2 ആക്ഷൻ ഇതിലില്ലെങ്കിലും ഇനി 4ാം ഭാഗത്തിൽ എന്തായാലും സ്കോപ്പ് ഇട്ടിട്ടുണ്ട് ഉറപ്പായിട്ട്. ലാസ്റ്റ് ആ 4ാം ഭാഗത്തിൽ ഒരു 2-3 ആക്ഷൻ വേണമെന്നാണ് ഈ ഫാൻസുകാർ ചിലർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നൊരു വാർത്ത എന്താ, ഇപ്പൊ കേൾക്കുന്നൊരു വാർത്ത ദൃശ്യം 3-ൽ 2 സ്റ്റണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ സൂപ്പറായിട്ടുള്ള സ്റ്റണ്ടാണ്. ആ സ്റ്റണ്ട് സീനുകൾ ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രചരണം വന്നു കഴിഞ്ഞു. ആ പ്രചരണം തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ഒരുക്കല്ല. കാരണം ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ പല പ്രൊഡ്യൂസർമാരും പല സംവിധായകരും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചില രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കും. ആ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാ, നമ്മൾ ഈ പടത്തിന്റെ ഫ്ലോ അനുസരിച്ചിട്ട് വേണ്ട രീതിയിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യും. എന്തിനാ, വർഷങ്ങൾക്ക് മുമ്പ് മഞ്ജു വാര്യര് അഭിനയം നിർത്തിപ്പോയതിനു ശേഷം ദിലീപിന്റെ ഭാര്യ ആയിരിക്കുന്ന ഒരവസരത്തിൽ പോലും ദിലീപിന്റെ ഒരു സിനിമ, ആ സിനിമ അത്ര കണ്ട് രക്ഷപ്പെട്ട് പോയില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു പബ്ലിസിറ്റി വന്നു, മഞ്ജു വാര്യര് കുറെ സീനുകള് ദിലീപ് എടുത്തു വെച്ചിട്ടുണ്ട്, പടം തിയേറ്ററിൽ കളക്ഷൻ കുറവാണെങ്കിൽ ഇത് ആഡ് ചെയ്യും എന്നൊരു പബ്ലിസിറ്റി വന്നു. ഈ പബ്ലിസിറ്റി വന്ന് തിയേറ്ററിൽ ജനം അങ്ങനെ അടിച്ചു കയറി. ജനം അടിച്ചു കയറിയെങ്കിലും പക്ഷെ ആ സീൻ ഉണ്ടായില്ല. ആ സീൻ എവിടെ, ആ സീൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചോദിച്ചു, പലരും ചോദിച്ചു. പക്ഷെ അപ്പോൾ ദിലീപിന്റെ സംഘത്ത് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇത് ആരോ പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ് അന്ന് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടി. പക്ഷെ ഇപ്പൊ നടന്നത് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിലാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ പരന്നു പോയിരിക്കുന്നത്. അപ്പോ അടിയുടെ കുറവുണ്ട്. ആ അടിയുടെ കുറവ് എന്തായാലും ഈ 3ാം ഭാഗത്തില് ചേർത്ത് കഴിഞ്ഞാൽ കുറേയും കൂടി ക്ലിക്കാവും. ആ 2 അടിയിലെ കാണിച്ചാല് ഒന്ന് വളരെ സ്ലോ ആയി പോകുന്ന, അല്ലെങ്കിൽ പലരും പറയുന്ന പോലെ ഈ നമ്മുടെ സീരിയല് പോലെ പോകുന്നത് പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫിൽ ഒരു അടി, ആ അടി സൂപ്പർ അടിയാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2ാമത്തെ അടി ക്ലൈമാക്സിന് മുമ്പ് ഉണ്ടാകുന്ന, അതായത് ഈ ഇന്റർവെല്ലിന് ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ 2 ആക്ഷൻ രംഗങ്ങള് എടുത്തു വെച്ചതോ അല്ലെങ്കിൽ റീഷൂട്ട് ചെയ്തോ ഇടാൻ സാധ്യതയുണ്ട് എന്നാണ് വിശ്വാസമായ കേന്ദ്രങ്ങൾ പറഞ്ഞു കേൾക്കുന്നത്. ഉണ്ടായാൽ നല്ലത്. കാരണം ഇത് കൊള്ളാം, അസലായിരിക്കുന്നു, വിമർശനം ഉണ്ടായിരിക്കാം. ഒരു സിനിമ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പലരും ചിന്തിക്കാറില്ല. അപ്പൊ ഈ സിനിമയെ കുറച്ചും കൂടിയും വിചാരങ്ങളും ആക്ഷനും വീണ്ടും ജനങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, അടിയുടെ കുറവാണെങ്കിൽ 2 അടി കൊടുത്തേക്ക്. അതാണ് ഇപ്പോൾ ഫാൻസുകാരും പറയുന്നത്. ഫാൻസുകാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാവാനാണ് സാധ്യത. ജിത്തു ജോസഫിന്റെ ആൾക്കാർ പറയുന്നത് ശരിയാണ്, 2 ആക്ഷൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്,
അത് വേണോ വേണ്ടയോ എന്ന് അടുത്ത ആഴ്ച ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കാണാം അല്ലേ?